നമസ്കാരം. കുടുംബാന്തരീക്ഷത്തിൽ സന്തോഷം കൊണ്ടുവരാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷറി ലൈഫ് വേണ്ട, വലിയ വണ്ടി വേണ്ട, ബംഗ്ലാവ് വേണ്ട. സ്നേഹത്തിൽ കുതിർന്ന കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി ഈ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ. ഇന്ന് പല കുടുംബങ്ങൾക്കും ഒന്നും അറിയില്ല. ഇന്ന് കുടുംബാന്തരീക്ഷം എന്ന് പറയുന്നത് പരസ്പരം വഴക്കുണ്ടാക്കി യുദ്ധഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സംശയം, ഒത്തിരി പ്രശ്നങ്ങളാണ്. നമ്മൾ എവിടെ നോക്കിയാലും കുടുംബ അന്തരീക്ഷം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു കഥ പറയാനുണ്ട്. കഥയല്ല, മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ നടന്ന ഒരു സംഭവമാണ്. 65 വയസ്സുള്ള ലതാ ഖാരെ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരുടെ ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അവരെടുത്ത ത്യാഗം, അവരുടെ ആത്മാർത്ഥമായ അർപ്പണം, അവരുടെ സ്നേഹമൊക്കെയാണ് ഈ ഒരു ജീവിതകഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ലതാ ഖാരെയും ഭർത്താവും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കർഷകരാണ്. അവർ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ആ കുടുംബം പുലർത്തുകയാണ്. 3 പെൺമക്കളാണ്. അവർ കൃഷിപ്പണി ചെയ്ത പൈസ കൊണ്ട് അതൊക്കെ സേവ് ചെയ്തിട്ടിട്ട് അതിൽ കൂടെയാണ് അവർ മക്കളെ ഒരു നിലയിലെത്തിച്ച് അവരുടെ കല്യാണം കഴിഞ്ഞ് 3 പെൺമക്കളെയും കൃത്യമായിട്ട് അവരെ ഒരു സ്ഥാനത്തൊക്കെ ആക്കി. അപ്പോഴും അവർ കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ട് വരുന്നത്. ഈ പണി ചെയ്യാൻ പോകും, 2 പേരും കൊണ്ട് രാവിലെ കൃഷിപ്പണി ചെയ്യാൻ പോകും. അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അന്നത്തെ ആഹാരം വെച്ച് കഴിക്കും. അതിൽ നിന്ന് ചെറിയൊരു പൈസ നീക്കി വെക്കും. ഒരിക്കൽ പണി ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി ഭർത്താവിന് ചെറിയൊരു തളർച്ചയുണ്ടായി. അപ്പം എപ്പോഴും ഇപ്പം എനിക്കൊക്കെ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ചെറിയൊരു പനി വരുമ്പോഴൊരു എന്തെങ്കിലും ഒരു തളർച്ച വരുമ്പോൾ മനസ്സിൽ വല്ലാതെ വേദന എടുക്കും. കാരണം ആത്മാർത്ഥമായ സ്നേഹം, കരുണ, അനുകമ്പ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ലതാക്കാരുടെ ഭർത്താവിന് അങ്ങനെ ഒരു അസ്വസ്ഥത വന്ന സമയത്ത് അവർ വല്ലാതെ മനപ്രയാസമായിരുന്നു അവർക്ക്. അവർ ഭർത്താവിനെ കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി, ലോക്കൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു വല്ലാത്തൊരു അസുഖം പിടിപെട്ടിരിക്കുക, എന്തോ ഒരു ഇൻഫെക്ഷനോ ഒരു മാരകമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ അതിനുള്ള ചികിത്സാ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ഭർത്താവിനെയും കൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിൽ പോകണമെന്ന്. ലതാ ഖാരയ്ക്കും ഭർത്താവിന് ഈ പട്ടണത്തിൻ്റെ കാര്യമൊന്നും അറിയില്ല. അവർ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. പക്ഷെ അവിടെ പോകാൻ പൈസയുമില്ല. അവരുടെ ഇരിക്കുന്ന തുച്ഛമായ പൈസ കൊണ്ട് പട്ടണത്തിൽ യാത്രയ്ക്ക് പോലും തികയില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ ഭർത്താവിനോട് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ നിസ്സഹായരാണ്, ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്, എൻ്റെ ജീവിതം തരാൻ തയ്യാറാണ്, പക്ഷേ ഈ പണമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞ സാരമില്ല, നമുക്ക് ഇവിടെ കൊണ്ട് കഴിയാം. പക്ഷേ എന്തായാലും അവരുടെ മനസ്സിൽ ഭർത്താവിനുള്ള തീവ്രമായ സ്നേഹം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാ അഭിമാനവും പടിവാതിക്കൽ വെച്ചിട്ട് അവർ അയൽവക്കത്ത് പോയി പലരോടും കൈനീട്ടി, ബന്ധുക്കാരോട് കൈനീട്ടി. അങ്ങനെ കുറേ പൈസകൾ സമാഹരിച്ച് അവർ ഭർത്താവിനെയും കൊണ്ട് പട്ടണത്തിലെ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അവരാദ്യമത്തെ അനുഭവമാണ്. പട്ടണത്തിലെ രീതികളും ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ ആൾക്കാരുടെ ഇടപെടലും ഒക്കെ അവരെ വല്ലാതെ അതിശയിപ്പിച്ചു. അവരെ കണ്ട് പലരുടെയും നെറ്റി ചുള്ളിച്ചു. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ഒരു കൃഷിപ്പണി ചെയ്തു വന്ന ഈ ലതാ ഖാരെയും ഭർത്താവും ആശുപത്രിയുടെ പരിസരത്തോട് നടന്നു പോയപ്പോൾ പലരും പല രീതിയിലാണ് നോക്കിയതൊക്കെ. അപ്പോൾ അവർ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൻ്റെ വാതിക്കൽ കാത്തിരുന്നു. കുറേ സമയത്തിന് ശേഷം ഇവരെ ഡോക്ടർ വിളിച്ചു, പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതെന്തോ ഒരു മാരകമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്, കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടി വരും, കൂടുതൽ മരുന്നുകൾ വേണ്ടി വരും എന്നും പറഞ്ഞ് ഒരു ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഇതിനൊന്നും തികയില്ലെന്ന് അവർക്കറിയാം. അവർ ഡോക്ടറുടെ കാര്യം പറഞ്ഞു. ഒരു ഹോസ്പിറ്റലല്ലേ, എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ രീതി നമുക്കൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഇവർ നിസ്സഹായരായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അവരുടെ പൈസയില്ല. അവർ നേരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ ചെന്ന് കയ്യിലുള്ള പൈസ കൊണ്ട് 2 സമോസയും വാങ്ങി അവർ തിരിച്ച് ഗ്രാമത്തിലേക്ക് യാത്ര പോയി. അപ്പോൾ തിരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ സമോസ കയ്യിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവർക്കറിയാം ഇത് ഇപ്പോൾ അവസാനത്തെ ഭക്ഷണമാവും, ഭർത്താവിന് കൃത്യമായ ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഭർത്താവ് രക്ഷപ്പെടില്ലല്ലോ. അപ്പോൾ അവർ ആ സമോസ കഴിച്ചിട്ട് ഈ സമോസ പൊതിഞ്ഞ പേപ്പർ അവർ നോക്കിയപ്പോൾ അതിലൊരു പരസ്യം കിടക്കുന്നു. ഈ ബരാമതിയിലെ ഒരു മാരത്തോൺ മത്സരം നടക്കുന്നു. മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ അവിടെ അതിന് സമ്മാനമുണ്ടെന്ന് പറയുന്നു. അവരെ ഈ ലതാ ഖാരെ അത് വല്ലാതെ ആകർഷിച്ചു. അവർക്ക് മനസ്സിലായി അവർക്ക് ഏത് വിധേനയും പൈസ വേണമെന്നാണ്. ഈ 65 വയസ്സുള്ള സ്ത്രീ മാരത്തോണിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നെറ്റി ചുളിയത്തില്ലേ നമുക്ക്. ചെറുപ്പക്കാരും കരുത്തുള്ളവരും ഒക്കെ മാരത്തോണിൽ ഓടി വിജയിക്കുമ്പോൾ ഈ 65 വയസ്സുള്ള ഈ തളർന്ന ശരീരമുള്ള ഈ സ്ത്രീ എങ്ങനെയാണ് ജയിക്കുക? പക്ഷെ അവരുടെ മനസ്സിലൊരു ദൃഢനിശ്ചയം എടുത്തു, എനിക്ക് ആ മാരത്തോണിൽ പങ്കെടുക്കണം. അങ്ങനെ അവർ അതോറിറ്റീസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് പങ്കെടുക്കണം. അവർ പറഞ്ഞു പറ്റില്ല, കാരണം ചെറുപ്പക്കാരെ പങ്കെടുക്കുന്നതാണ്, നിങ്ങൾക്ക് ആരോഗ്യം വളരെ കുറവാണ്, 65 വയസ്സുള്ള നിങ്ങൾക്ക് മാരത്തോണിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവരവരുടെ കഥകളൊക്കെ പറഞ്ഞ് അവർ കാല് പിടിച്ച് തൊഴുത് അപേക്ഷിച്ചു, എനിക്ക് പങ്കെടുക്കണം, അത് ജയിക്കുമോ എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ദയവായി എന്നെ ഈ മാരത്തോണിൽ പങ്കെടുക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ഈ ഒരു റിക്വസ്റ്റ് മാനിച്ച് അവരെ മാരത്തോണിൽ പങ്കെടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ ആ സമയത്ത് ഈ പങ്കെടുക്കാൻ വന്ന ആൾക്കാർക്ക് വളരെ ചെറുപ്പക്കാരും ഊർജ്ജസ്വലരുമായ ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു പ്രായമായ സ്ത്രീ എങ്ങനെ ജയിക്കും? എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്കും പോയി. റെഡ് സാരിയൊക്കെ എടുത്ത് അവർ ആ മാരത്തോണിൽ പങ്കെടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു സ്പോട്ട് മത്സരം തുടങ്ങേണ്ട സമയം മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ഇവർ സർവ്വ ശക്തിയും എടുത്ത് അവർ ഓടി. അതായത് അവരുടെ മനസ്സിൽ ഇപ്പോൾ ചുറ്റിനും കാണികളൊന്നും അല്ല അവരുടെ വിഷയം, അല്ലെങ്കിൽ ആരൊക്കെ നോക്കുന്നു, ആരൊക്കെ കളിയാക്കുന്നു, എന്തൊക്കെ കരുതുന്നു അവരുടെ പ്രശ്നമേ അല്ല. അവരുടെ മനസ്സിൽ അവരുടെ ഭർത്താവിൻ്റെ മുഖം മാത്രമായിരുന്നു. ഇതൊരു അവസരമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവരുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അവർ സർവ്വശക്തി എടുത്ത് ആ മാരത്തോണിൽ ഓടി. അവരുടെ കാലുകളൊക്കെ പൊട്ടി ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സാരിയൊക്കെ വിയർപ്പിൽ കുതിർന്നു. അങ്ങനെ അവരുടെ മനസ്സിലെ ആ ഒരു തീവ്രമായ ആ ഒരു ആഗ്രഹം, പ്രായത്തെയും തളർച്ചയും എല്ലാം മറന്നിട്ട് അവർ ഓടി ആ ഫിനിഷിംഗ് പോയിന്റിലെത്തി. അവർ 1ാം സ്ഥാനത്തെത്തി.
ആൾക്കാരൊക്കെ കൈയടിച്ചു, അഭിനന്ദിച്ചു, അവരുടെ കാര്യം കേട്ട് കണ്ണീര് പൊഴിച്ചു, സഹതപിച്ചു. അവരുടെ മുമ്പിൽ ആ പ്രശ്നങ്ങളൊന്നുമല്ലായിരുന്നു. അവരെ നേരെ പൈസയായിട്ട് ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് പോയത്. ഇത് വല്ലാത്തൊരു ചിന്തയാണ് നമുക്ക് തരുന്നത്, അല്ലേ? സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനും പകരം വയ്ക്കാനാവാത്തതാണ്. സ്നേഹത്തിന് മുമ്പിൽ ഒരു പ്രതിസന്ധി നമുക്കൊരു പ്രശ്നമല്ല. അതാണ് ഈ കുടുംബ അന്തരീക്ഷത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത്. അപ്പം ഞാനത് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. നമുക്കൊരു കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം. നമ്മൾ ഓരോ അംഗത്തോടും ഒരു അൺകണ്ടീഷണലുള്ള സ്നേഹം. നമുക്കൊന്നും കുടുംബത്തിൽ നിന്നും തിരിച്ചു കിട്ടാനില്ല. സ്നേഹമല്ലാതെ മറ്റൊന്നും വേണ്ട. ഭാര്യയെ സ്നേഹിച്ചു, ഭാര്യയെ കെയർ ചെയ്തു, മക്കളെ സ്നേഹിച്ചു, മക്കളെ കെയർ ചെയ്തു. അവരിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കിട്ടുന്ന ഒരു അംഗീകാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടിയോ ഒന്നുമല്ല. നമ്മുടെ ജീവിതം പോലെ അവിടെ ത്യാഗമല്ലത്, നമ്മുടെ ഒരു കർത്തവ്യമാണ്. അതിലനുഭവിക്കുന്ന ഒരു സുഖം മാത്രമാണ്. ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ സുഖം മാത്രമാണ് നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത്. ലതാക്കാരെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ഇത്ര അൺകണ്ടീഷണലായിട്ട് ഒരു കുടുംബത്തെ സ്നേഹിച്ച്, ഭർത്താവിനെ സ്നേഹിച്ച്, സ്നേഹത്തിൽ കൂടെ മാത്രം വിജയം കൈവരിച്ച് കാലം അവർക്ക് അനുകൂലമായൊരു സംഭവം ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിച്ചതാണ്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വയ്ക്കുക. ലതാക്കാരെ എന്ന 65 വയസ്സുള്ള തളർന്ന ശരീരമുള്ള സ്ത്രീക്ക് ഭർത്താവിന് വേണ്ടി ഇത്ര ത്യാഗം ചെയ്ത് ഇത്രയും വലിയൊരു മത്സരത്തിൽ ഒന്നാമതാകാമെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ആ ഒരു ബലത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും. അവിടെ വേണ്ടത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരേ ഹൃദയമായിട്ട് കണക്ട് ചെയ്ത് കുടുംബ അന്തരീക്ഷത്തെ സന്തോഷത്തിൽ കുതിർത്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ലതാക്കാരുടെ ജീവിതം കുടുംബാന്തരീക്ഷം യുദ്ധക്കളമാക്കുന്ന ഓരോരുത്തർക്കും ഒരു പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ നല്ലത് കരുതുന്നു.